ഹായ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇന്ന് നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു. നമ്മുടെ ഡേ ചലഞ്ച് 8ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം ചലഞ്ചസിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നത് വഴി മനസ്സിന് ഒരുപാട് സമാധാനവും സന്തോഷവും കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ കൂടെ വാർത്തയിൽ പറയുന്നുണ്ടായിരുന്നു, സംസ്ഥാനത്ത് കോഴി വിലയും മുട്ടയുടെ വിലയും ഒക്കെ വല്ലാണ്ട് കൂടി എന്നുള്ളത്. അപ്പം നമ്മുടെ ചുറ്റും നടക്കുന്നതെല്ലാം നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുമെങ്കിലും നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിതൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വഴി. ഈ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നെഗറ്റീവായിട്ടിരിക്കാൻ വളരെ എളുപ്പമാണ്, എന്നാൽ പോസിറ്റീവായിട്ടിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം നമ്മളെ പ്രാക്ടീസിലൂടെ നമുക്കിങ്ങനെ ട്രൈ ചെയ്യാൻ സാധിക്കും, അത്രത്തോളം നമുക്ക് മൈൻഡ്ഫുൾനെസ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും. അതിനുവേണ്ടി മെഡിറ്റേഷനും യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇതുപോലുള്ള പ്രാക്ടീസുകളും എല്ലാം മാക്സിമം നിങ്ങൾ ചെയ്യുക. ഡെയിലി നിങ്ങൾ 1 അവർ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, നിങ്ങളുടെ ബ്രെയിനിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അതുപോലെ ബോഡിക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള എക്സസൈസുകൾ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുക. നമുക്ക് വേണ്ടി ഒരു 24 മണിക്കൂറിൽ നമ്മൾ ഉറങ്ങുന്ന ടൈം ഒഴിച്ച് ബാക്കിയുള്ള ടൈമിൽ ഒരു 2 മണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അതൊരു അത്യാവശ്യകതയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്ക് കുറച്ചെങ്കിലും മനസ്സമാധാനത്തോടെ ഈ ഒരു നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിൽ തന്നെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ സാധിക്കട്ടെ. എന്നാലും നമുക്ക് 24 അവേഴ്സും പോസിറ്റീവായിട്ടൊന്നും ഇരിക്കാനൊന്നും സാധിക്കില്ല. നമ്മൾ യോഗികളൊന്നും അല്ലല്ലോ, മനുഷ്യരല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റേതായ നെഗറ്റീവ് ഇതൊക്കെ വരും. ഒരു ദിവസത്തിൽ നമുക്ക് ചിലപ്പോൾ രാവിലെ കുറച്ച് ഡള്ളായിരിക്കാം, ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഓക്കെ ആകും. ചില ദിവസങ്ങളിൽ രാവിലെ ഹാപ്പി ആയിട്ടിരിക്കും, ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോൾ ആകെ ഒരു മൂഡ് ഓഫ് വരും. അങ്ങനെയൊക്കെ വരാം. അതൊക്കെ സർവ്വസാധാരണയാണ്, അത് എല്ലാവർക്കും സംഭവിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഓവർകം ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചലഞ്ചിലേക്ക് കടക്കാം. ഇന്ന് റിലേഷൻഷിപ്പ് ഹീലിംഗ് ചലഞ്ചിൻ്റെ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണെന്നേ. സ്നേഹത്തെക്കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത്? സ്നേഹത്തെക്കുറിച്ച് നിങ്ങളുടെ വിശ്വാസം എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. നമ്മുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ് നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്. നമ്മളെപ്പോഴും കരുതുന്ന ഒരു കാര്യമാണ്, എനിക്ക് നല്ല പാർട്ട്ണറെ കിട്ടിയില്ല, എൻ്റെ ഭാഗ്യം ഇല്ലാത്ത ആളാണ്, എൻ്റെ എല്ലാ റിലേഷൻഷിപ്പും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ അത് നമ്മൾ അങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ എങ്ങനെയാണ് സ്നേഹത്തെ വിലയിരുത്തുന്നതെന്നുള്ളതാണ്. സ്നേഹത്തെ എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് സ്നേഹത്തെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വമാണോ? സ്ത്രീകൾക്ക് പൊതുവെ സ്നേഹം എന്ന് പറയുമ്പോൾ സുരക്ഷിതത്വമാണ്, കെയറാണ്. അതേ നിങ്ങൾക്ക് സ്നേഹമെന്ന് കേൾക്കുമ്പോൾ പേടിയാണോ തോന്നുക? സമാധാനമാണോ തോന്നുക? അതേ വേദനയാണോ തോന്നുക? എന്താണ് നിങ്ങൾ സ്നേഹം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്നേഹം = എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അതിന് നിങ്ങൾക്ക് പല പല റീസൺസ് ഉണ്ടാകും. പണ്ട് കാലത്തെ എപ്പോഴും ബാല്യകാലത്തെ ട്രോമകളുണ്ടാകും, പഴയ റിലേഷൻഷിപ്പുകളുണ്ടാകും. അതെല്ലാം കൂടെ ചേർന്നിട്ട് നമ്മുടെ മനസ്സിൽ സ്നേഹത്തെക്കുറിച്ചൊരു കഥ എഴുതിയിട്ടുണ്ടാകും. ആ കഥ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും: ആരെയും വിശ്വസിക്കരുത്, ഒടുവിൽ എല്ലാവരും ഇട്ടിട്ട് പോകും, ഞാൻ തന്നെ ആയിപ്പോകും, ഞാൻ പെർഫെക്റ്റ് ആയാൽ മാത്രമേ എന്നെ മറ്റുള്ളവർ സ്നേഹിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള പല 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 ലിമിറ്റിംഗ് ബിലീഫുകളും നമുക്ക് സ്നേഹത്തെക്കുറിച്ചുണ്ട്. അപ്പോൾ ആ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള ലിമിറ്റിംഗ് ബിലീഫുകളും നിങ്ങൾ എഴുതുക. സ്നേഹം എന്നാൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ എഴുതുക. അതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും, എന്തിനാ അങ്ങനെയൊക്കെ എഴുതുന്നതെന്ന് കേൾക്കും. നമ്മളെ റിയലൈസ് ചെയ്യാണ് എന്താണ് നമ്മുടെ ഉള്ളിൽ നമ്മളെ സ്നേഹത്തെക്കുറിച്ച്, റിലേഷൻഷിപ്പുകളെക്കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള വികാരം എന്താണ്, വിചാരം എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക്
നിലവിലുള്ള വിശ്വാസങ്ങളും നിലവിലുള്ള വിചാരങ്ങളും മാറ്റി പുതിയ വിശ്വാസവും വിചാരവും ഒക്കെ കൊണ്ടുവരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഞാൻ നന്നായിരുന്നാൽ മാത്രമേ എന്നെ സ്നേഹിക്കപ്പെടുകയുള്ളൂ എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് ഞാനായിരിക്കവേ തന്നെ എന്നെ സ്നേഹിക്കാൻ ഞാൻ അർഹതയുള്ളതാണ് എന്നുള്ള തിരിച്ചുള്ള ഒരു അഫർമേഷൻസ് പറയാം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്. സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന 3 ലിമിറ്റിംഗ് ബിലീഫുകളും കൂടെ എഴുതുക. എന്താണ് സ്നേഹം എന്ന് എഴുതുക. അതിനെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ റിലേഷൻഷിപ്പുകളെക്കുറിച്ചാണ്, ബന്ധങ്ങളെക്കുറിച്ചാണ്. ഇന്ന് സ്നേഹത്തെക്കുറിച്ചാണ്. സ്നേഹം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് തിരിച്ചറിയാൻ പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ സ്നേഹം കണ്ടെത്താനും സ്നേഹിക്കപ്പെടാനും സ്നേഹം കൊടുക്കാനും ശ്രമിക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിൽ വരുന്ന ബ്ലോക്കുകൾ വരുന്നത് നമ്മൾ സ്നേഹത്തിനെ എങ്ങനെയാണ് നിർവചിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ അതൊന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്കിൻ്റെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ടാസ്ക് എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നാളെ പുതിയൊരു ടാസ്കുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.